എല്ലാവർക്കും നമസ്കാരം. ഗവൺമെൻറ് എയ്ഡഡ് DLEDിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തതാണ്. ഈ വീഡിയോയിൽ നമ്മൾ സെൽഫ് ഫിനാൻസ് കോളേജിലേക്കുള്ള അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് വിവരിക്കാൻ പോകുന്നത്. സെൽഫ് ഫിനാൻസ് തന്നെ രണ്ട് വിധമുണ്ട്. സെൽഫ് ഫിനാൻസ് ഓപ്പൺ മെറിറ്റ് കോട്ടയും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് മാനേജ്മെൻറ്റ് കോട്ടയും. മെറിറ്റ് കോട്ടയിലേക്കുള്ള അപേക്ഷാ ഫോമും മാനേജ്മെൻറ്റ് കോട്ടയിലേക്കുള്ള അപേക്ഷാ ഫോമും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ശ്രദ്ധിച്ച് അപേക്ഷാ ഫോം പ്രിൻ്റ് എടുത്ത് വേണം പൂരിപ്പിക്കാൻ. ഓരോ സെൽഫ് ഫിനാൻസ് കോളേജിലും 50% സീറ്റ് മെറിറ്റ് കോട്ടയിൽ നിന്നും 50% സീറ്റ് മാനേജ്മെൻറ്റ് കോട്ടയിൽ നിന്നുമാണ് ഉള്ളത്. ഓപ്പൺ മെറിറ്റ് സീറ്റിലേക്കുള്ള അപേക്ഷ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടർക്കാണ് കൊടുക്കേണ്ടത്. മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള അപേക്ഷ അതത് സ്കൂളിലെ മാനേജർക്കാണ് കൊടുക്കേണ്ടത്. സെൽഫ് ഫിനാൻസിൻ്റെ അപേക്ഷാ ഫീസ് 100 രൂപയാണ്. ഇത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടാണ് അടയ്ക്കേണ്ടത്. ഓപ്പൺ മെറിറ്റിൻ്റെ ഫീസ് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ പേരിലും മാനേജ്മെൻറ്റ് കോട്ടയിലേക്കുള്ള അപേക്ഷാ ഫീസ് സ്കൂൾ മാനേജറുടെ പേരിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റായി ആണ് അടയ്ക്കേണ്ടത്. SC/ST വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് വേണ്ട. ഓപ്പൺ മെറിറ്റിലുള്ള കുട്ടികൾക്ക് 30,000 രൂപയാണ് വാർഷിക ഫീസ്. മാനേജ്മെൻറ്റ് കോട്ടയിലുള്ളവർക്ക് 35,000 രൂപ. മാനേജ്മെൻറ്റ് കോട്ടയിലുള്ള ഫീസിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനായി മാനേജ്മെൻറ്റുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം. ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലേക്കുള്ള അപേക്ഷ പൂരിപ്പിക്കുന്ന പോലെ തന്നെയാണ് സെൽഫ് ഫിനാൻസിൻ്റെ അപേക്ഷാ ഫോമും പൂരിപ്പിക്കുന്നത്. ആകെയുള്ള വ്യത്യാസം അപേക്ഷാ ഫീസിനെ കുറിച്ചിട്ടുള്ളതാണ്. അതായത് അപേക്ഷാ ഫീസ് ഇവിടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടാണ് അടയ്ക്കേണ്ടത്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് 100 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റാണ് അടയ്ക്കേണ്ടത്. ഇവിടെ 3 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ നമ്പർ, അതുപോലെ തീയതി, ബാങ്കിൻ്റെ പേര്. ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ നമ്പർ നമുക്ക് ബാങ്കിൽ നിന്ന് ലഭിച്ച ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ താഴെ ഭാഗത്തായി 6 അക്ക ഒരു നമ്പർ ഉണ്ടായിരിക്കും. അതാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് നമ്പർ. അതുപോലെ തന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്ത തീയതി, ഏത് ബാങ്കിൽ നിന്നാണോ നമ്മൾ എടുത്തത് ആ ബാങ്കിൻ്റെ പേര്, അതുപോലെ തന്നെ ബ്രാഞ്ച് എന്നിവയാണ് അപേക്ഷാ ഫോമിൻ്റെ ഒപ്പം അപേക്ഷാ ഫോമിൽ പൂരിപ്പിക്കേണ്ടത്. അപേക്ഷാ ഫോം ഫില്ല് ചെയ്യാൻ ഇനിയും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മളുടെ ചാനലിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക.